ഹലോ ഡിയേഴ്സ്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവർക്കും ഐറൈന 3 എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഹാർട്ട്ലീസിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് UK അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. നാട്ടിൽ നമുക്ക് കിട്ടുന്നത് ഏതാണോ അത് യൂസ് ചെയ്യുക. ഇത് ഒരു പാക്കറ്റ് 11.5 ഗ്രാമാണുള്ളത്. അങ്ങനെയുള്ള 2 സാഷേ നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു മഗ് എടുത്ത് അതിനകത്തേക്ക് ഈ ഒരു സാഷേ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബൗളായാലും മതി കേട്ടോ. ഈ ഒരു സാഷയുടെ കണക്കനുസരിച്ച് 285 ml വാട്ടറാണ് ഇതിനകത്ത് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് 140 ml വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ജെല്ലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരുപാട് തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ഒഴിച്ചാൽ മതിയാവും. ഇനി ആ ജെല്ലി പൗഡറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒട്ടും തന്നെ ആ പൊടി ബാക്കിയില്ലാതെ തന്നെ നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് സെറ്റാകാറാവുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ബൗളെടുത്ത് നമ്മുടെ മറ്റേ സാഷയിലുള്ള പൊടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ സാഷയുടെ കണക്കനുസരിച്ച് 285 ml വാട്ടറാണ് ഒഴിക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ 250 ml മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജെല്ലി പൗഡർ 300 ml ഒഴിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരു 260-270 ml വാട്ടർ ചേർത്താൽ മതിയാവും. ഇത് ഒത്തിരി മധുരമുള്ള പുഡിംഗ് അല്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ പാലിൻ്റെ നല്ല തിക്കായിട്ടുള്ള ക്രീം. അത് ഞാനൊരു 50 ഗ്രാംസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ചീത്തയായി പോവാതിരിക്കാനായിട്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാട്ടോ ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സെറ്റായ ജെല്ലി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വലിപ്പം കൂടിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് നിരത്തി കൊടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ജെല്ലി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിട്ടൊക്കെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ ആ ജെല്ലിയുടെ ഒരു രസവും ഒക്കെ കൂടെ കൂടിയൊരു നല്ലൊരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഈ ന്യൂ ഇയറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പിയുടെ റിവ്യൂ എല്ലാവരും കമൻസ് ആയിട്ട് അയക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.